പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ്റെ പുസ്തകം 21 അധ്യായം 26 വാക്യം. ഭോഷൻ്റെ മനസ്സ് വായിലും ബുദ്ധിമാൻ്റെ വായ് മനസ്സിലുമാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്ത് നമ്മിൽ നിന്ന് മറ്റൊരാൾക്ക് അപഹരിക്കാൻ സാധിക്കാത്തത് അറിവാണെന്ന് പറയാറുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ പാഠ്യപദ്ധതിയാണ് ബൈബിൾ. നാം ഇന്ന് കേട്ട വചനം ആലോചിച്ച് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഭോഷൻ്റെ മനസ്സ് വായിലും ബുദ്ധിമാൻ്റെ വായ് മനസ്സിലുമെന്ന് പറയുമ്പോൾ ഇതിൽ ഏത് ഗണത്തിൽ നമ്മുടെ പേര് ചേർക്കണമെന്ന് നാം ആലോചിക്കണം. മുന്നും പിന്നും നോക്കാതെ, മറ്റൊന്നും ആലോചിക്കാതെ നമ്മുടെ വായ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഭോഷന്മാരാകരുത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുമ്പോൾ മനസ്സിൽ രണ്ടാവർത്തി ചിന്തിച്ച് ബുദ്ധിപരമായി സംസാരിച്ചാൽ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്ക് തീവ്രത കുറയ്ക്കാനാകും. തെറ്റുപറ്റാതെ ഇരിക്കാൻ നാം വിശുദ്ധരല്ല. പക്ഷേ ചുരുങ്ങിയ പക്ഷം ഭോഷന്മാരായി അധപതിക്കാതിരിക്കാൻ ദൈവമക്കളായ നാം ശ്രദ്ധിക്കണം. അതിന് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മ വഴി പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നമ്മിൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.